നമ്മൾ ഇന്ത്യസ് ഫസ്റ്റ് ടീ ഷോപ്പിൽ വന്ന് നിൽക്കുവാണ്. ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ ഇൻഡോ ടിബറ്റൻ ബോർഡറിൽ നമ്മളെത്തും. ഇന്ത്യസ് ഫസ്റ്റ് ടീ ഷോപ്പിൽ നിന്ന് ചായ കുടിക്കാം. അങ്ങനെ ഞങ്ങൾ വസുധാര കാണാൻ വേണ്ടി പോവാണ്. ഇപ്പോഴാണ് ഗൈസ് എനിക്ക് ശരിക്കും ട്രക്കിംഗ് വൈബ് അടിക്കുന്നത്. ഹേ ഗൈസ്, ഇപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ റെഡി ആയിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് മാനാ വില്ലേജിലേക്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വില്ലേജ് എന്നറിയപ്പെടുന്ന മാനാ വില്ലേജിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ എവിടുന്ന ബദ്രിനാഥിൽ നിന്ന് ഒരു വണ്ടി എടുത്ത് ഇവിടെ ഇപ്പം മാനാ വില്ലേജിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. നടന്നുകൊണ്ടിരിക്കുകയാണ്. കാലൊക്കെ നല്ല വേദനയുണ്ട്. ഇന്നലെ രാത്രി ഒരു പാരസെറ്റമോൾ കഴിച്ചിട്ടും പ്രത്യേകിച്ച് ഗുണം ഉണ്ടായില്ല. അപ്പോൾ അതേ വില്ലേജിൽ കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ നല്ല തണുപ്പുണ്ട്, പക്ഷേ വെയിലും ഉണ്ട്. അതുകൊണ്ട് അത്ര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. ഇവിടെ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ വ്യൂ ആണിത്. നമ്മൾ നടന്ന് സംഗം പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഈ സംഗം പോയിന്റ് എന്ന് പറയുന്നത് സരസ്വതി നദിയും അളകനന്ദ നദിയും കൂടി ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ്. അപ്പോൾ അത് കാണിച്ചു തരാം. നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. കണ്ടോ, രണ്ട് നദി. ഇതാണ് സംഗം പോയിന്റ് എന്ന് പറയുന്നത്. ഒരെണ്ണം അളകനന്ദ നദിയും ഒരെണ്ണം സരസ്വതി നദിയുമാണ്. അപ്പോൾ അത് രണ്ടും സംഗമിക്കുന്ന സ്ഥലമാണിത്, ആ കാണുന്ന പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ വെള്ളത്തിൻ്റെ കളറ് ഒരു പച്ച കളറൊക്കെ പോലെ. ഇത് കണ്ടോ, എന്ത് രസം കാണാൻ. കുറേ മലനിരകളുണ്ട് ഇവിടെ. മാനാ വില്ലേജ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ വില്ലേജാണ്. പിന്നെ കൂടാണ്ട് നമ്മൾ ഇൻഡോ ടിബറ്റൻ ബോർഡർ വെച്ച് നോക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഈ മാനാ വില്ലേജ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ലാസ്റ്റ് വില്ലേജാണ്. അത് കണ്ടോ, ഇവിടെ ട്രൈബ്സ് എല്ലാം താമസിക്കുന്നതാണ്. അവരുടെ മെയിൻ അവരുടെ ഒരു ജോലി എന്നൊക്കെ പറയുന്നത് വൂളൻ. നമ്മൾ ഐതിഹ്യപരമായിട്ട് മാനാ വില്ലേജിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പാണ്ഡവന്മാർ ഇവിടെ നിന്നാണ് അവരുടെ സ്വർഗത്തിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തത് എന്ന് പറയപ്പെടുന്നു. ഇവിടെ ഇവർ ക്യാബേജ് എല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടെ നിറയെ പൂക്കളെല്ലാം ഉണ്ട്. ഈ പൂവ് നമ്മുടെ നാട്ടിൽ ഉള്ള പോലത്തെ പൂവാണ് എന്ന് തോന്നുന്നു. പക്ഷെ ഇതിൻ്റെ വയലറ്റ് കളർ നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ അതിൻ്റെ ഓറഞ്ചും മഞ്ഞയൊക്കെ ഉണ്ട്. ഈ വഴിയാണ് ഗണേഷ് ഗുഹയിലേക്കും വ്യാസ ഗുഹയിലേക്കും ഉള്ള വഴി. ഇതാണ് ഗണേഷ് ഗുഹയിലേക്ക് പോകാനുള്ള വഴി. കണ്ടില്ലേ, ഇത് 18 ഇന്ത്യൻ എപ്പിക്സ് പുരാൺ ആൻഡ് മഹാഭാരത് വാസ് കമ്പോസ്ഡ് ഹിയർ. ഇവിടെ വെച്ചിട്ടാണ് മഹാഭാരതവും കൂടാതെ ഇന്ത്യയുടെ 18 പുരാണങ്ങളും ഗണപതി ഭഗവാൻ എഴുതിയെന്ന് പറയുന്നത്. ഇതാണ് ഗണേഷ് ഗുഹ എന്ന് പറയുന്നത്. അവിടെയാണ് ഗണപതി ഭഗവാൻ. ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഗുഹയുടെ ഉള്ളിൽ കൂടെ പോവാം. ഇവിടെയാണ് ഗണപതി ഭഗവാൻ മഹാഭാരതം ഇരുന്ന് എഴുതിയെന്നാണ് പറയപ്പെടുന്നത്. ഇതായിട്ട് നമ്മൾ പോകാൻ പോണത് വ്യാസഗുഹയിലേക്കാണ്. ഇവിടെയുള്ള ആളുകളുടെ മെയിൻ വർക്ക് എന്ന് പറയുന്നത് ഈ വൂളൻ വെച്ചിട്ടുള്ള നമ്മളിങ്ങനെ പോകുന്ന വഴിക്കെല്ലാം ഇതുപോലത്തെ കടകൾ കാണാം. നിറയെ ക്രോഷ്യ വർക്ക്സൊക്കെ ചെയ്തിട്ടുള്ള ഡ്രസ്സുകളും അങ്ങനെയുള്ള കമ്പിളി വെച്ചിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ ഇന്ത്യസ് ഫസ്റ്റ് ടീ ഷോപ്പിൽ വന്ന് നിൽക്കുവാണ്. അതിൻ്റെ അടുത്ത് തന്നെയാണ് വ്യാസഗുഹയും. കേരളം അവിടെ പോയിട്ട് വരാം. നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ്. ബോർഡറിൻ്റെ അവിടം വരെ എത്താൻ പറ്റിയില്ലെങ്കിലും ദാ മലയുടെ മേളിൽ ആളുകളൊക്കെ നിൽക്കുന്നുണ്ട്. അവിടെ എത്താമെന്ന് വിചാരിക്കും. അങ്ങനെ ഞങ്ങൾ ബോർഡർ വരെ എത്താൻ പറ്റുമെന്ന് നോക്കുകയാണ്. ശ്വാസം മുട്ടുന്നുണ്ട് കയറിയിട്ട്. പാടാ ബാക്കിൽ കണ്ടോ ഇൻഡോ ചൈന ബോർഡർ. ഇവിടെ കയറി എത്തുമ്പോഴത്തേനും ഇവിടെ ഒരു മന്ദിരമുണ്ട്, അതായത് ഒരു അമ്പലമുണ്ട്. അത് കാണിച്ചു തരാം. ഇവിടെയാണ് ഈ കാണുന്നത്. ഇവിടുന്നൊരു
ഞാൻ വിചാരിക്കുന്നു അവിടെ പോയി തൊട്ടിട്ട് തിരിച്ചു വരാമെന്ന്. ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ ചൈന ബോർഡറിൽ ടച്ച് ചെയ്യാൻ പോവാണ് ഗൈസ്. കയറാൻ തോന്നണം, പക്ഷെ നമുക്ക് ഇവിടം വരെ പോവാം. അങ്ങനെ അതെ ടച്ച് ചെയ്യാൻ പോകുന്നു. എത്തി. ഇതുണ്ടോ, ഇതാണ് ബോർഡർ. ആ ടച്ച് ചെയ്യാം. തൊട്ടു. അങ്ങനെ അതും തൊട്ടു. ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. എന്ത് രസമാണ് നോക്കി. നിറയെ മലനിരകളാണ്. അങ്ങ് കാണുന്നുണ്ടോ, അവിടെ മഞ്ഞ് മൂടിയേക്കുന്ന അത് ഹിമാലയമാണ് ഗൈസ്. നല്ല രസമുണ്ട്, നല്ലൊരു തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. നമ്മൾ ഇന്ത്യാസ് ഫസ്റ്റ് കോഫി ഷോപ്പ് പോട്ടെ, ഇന്ത്യാസ് ഫസ്റ്റ് ടീ ഷോപ്പിൽ നിന്ന് ചായ കുടിക്കാൻ പോവാണ്. കൊള്ളാം, നല്ല ചായ. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പഞ്ചപാണ്ഡവന്മാർ സ്വർഗത്തിലേക്ക് പോയ വഴിയിലൂടെയാണ്. ഇത് കണ്ടോ, പഞ്ചപാണ്ഡവന്മാർ സ്റ്റാച്യൂസ്. അങ്ങനെ ഞങ്ങൾ വസുധാരയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്താൻ പറ്റുമോയെന്ന് അറിയില്ല, ഞങ്ങൾക്ക് തിരിച്ച് 4 മണിയാകുമ്പോൾ എത്തണം. ബട്ട് ഇവിടെ വന്ന സ്ഥിതിക്ക് വസുധാര കാണാതെ പോകാനും തോന്നുന്നില്ല. അങ്ങനെ ഞങ്ങൾ വസുധാര കാണാൻ വേണ്ടി പോവുകയാണ്. ഇവിടുന്ന് 5 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം ഞാൻ, ഷബ്ന, നേഹ, അതുപോലെ സിദ്ധാർത്ഥ മാത്രമേ ഉള്ളൂ. ബാക്കി ആർക്കും നടക്കാൻ വയ്യാന്ന് പറഞ്ഞ് എല്ലാവരും അവിടെ ഇരിക്കുകയാണ്. ഇപ്പോൾ സമയം 12:30. 4 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് താഴെ എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പോയ വഴിക്ക് മലയാളികളെ കണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നമ്മൾ കയറി ഇറങ്ങി എത്താൻ 5 മണിക്കൂർ എടുക്കും. 5 മണിക്കൂറോട്ടെ 2.5 മണിക്കൂറാണ് വൺ സൈഡ്. അപ്പോൾ അത് 5 മണിക്കൂർ എടുക്കും. അപ്പോൾ താഴ്ച 5 മണിയാവും. എന്താവുമെന്നറിയില്ല. 4 മണിക്ക് എത്തണം, അല്ലെങ്കിൽ പണി കിട്ടുമെന്നാണ് പറഞ്ഞത്. കണ്ടോ, ഇന്നത്തെ എൻ്റെ വ്ളോഗിങ് പാർട്ട്ണർ സിദ്ധാർത്ഥാണ്. ഞാൻ IIT-യിലെ BTech കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഫസ്റ്റ് ഇയർ ആണോ സെക്കൻഡ് ഇയർ ആണോ? സെക്കൻഡ് ഇയർ, സോറി. ഞങ്ങൾ 2 പയ്യന്മാരുടെ അടുത്ത് ചോദിച്ചായിരുന്നു എത്ര മണിക്കൂർ എടുക്കും എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു പതുക്കെ റെസ്റ്റൊക്കെ എടുത്ത് പോയാൽ അത് ഇഷ്ടംപോലെ സമയം എടുക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ ഞങ്ങളുടെ അടുത്ത് വെള്ളമൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു. പിന്നെ ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇലക്ട്രോലൈറ്റ്സ് ഇല്ല, വെള്ളമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഞങ്ങൾക്ക് ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്. ഞങ്ങളൊരു സന്യാസിനെ കണ്ടു. അവർക്ക് കാല് വയ്യ, അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കാമോ എന്ന് ചോദിച്ചു. ഞങ്ങളുടെ കയ്യിൽ കാശ് ഉണ്ടായിരുന്നില്ല, ഗൂഗിൾ പേയിലാണ് കാശെല്ലാം. അപ്പോൾ ഇല്ലാന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഒന്നും കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം വരുമ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞു. വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. കണ്ടോ, കാറ്റടിക്കുമ്പോൾ പുല്ലിളകുന്ന നല്ല രസമുണ്ട് കാണാൻ. ആ ഒരു ഡയറക്ഷനിലേക്കാണ് കാറ്റ് പോകുന്നത്. ഭയങ്കര മനോഹരമായ കാഴ്ചകളാണ് ഗൈസ്. കണ്ടില്ലേ എന്ത് രസമാണ്. ഇതുണ്ട് ഗൈസ്, ആളുകൾ ആഗ്രഹം പറഞ്ഞ് കല്ലുകൾ അടുക്കി വെച്ചേക്കുന്നതാണ് കാണുന്നത്. സ്പീഡിന് നടക്കരുതെന്ന് പറഞ്ഞു, സ്പീഡിന് നടന്ന് കണ്ടില്ലേ പട്ടി കിതയ്ക്കുന്ന പോലെ കിതച്ചുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ കുറച്ച് ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ കയറ്റിയിട്ട് നടക്കാമെന്ന് വിചാരിക്കുന്നു.
ഒരു ടാങ്ക് കളിക്കുക വെള്ളത്തിൻ്റെ ചവ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ പകുതി വഴിയിലെത്തി വസുധാരയുടെ എന്നാണ് തോന്നുന്നത്. ഇനി എത്രമാത്രം ഉണ്ടെന്ന് അറിയില്ല. എന്ത് രസമാണ് ഇങ്ങനെ കിടക്കാൻ. ഇങ്ങനെ ഓരോ മൂവീസിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ ആൾക്കാർ കിടക്കുന്നത്. എനിക്ക് കിടക്കാൻ പറ്റും. അതുണ്ടോ ചെമ്പരിയാടുകൾ? കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ അങ്ങോട്ടേക്ക് പോയി. ഈ മലയിലുള്ള ആടുകളാണെന്ന് തോന്നുന്നു. കുറേ ഉണ്ട്. അങ്ങ് കുറേ ആടുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുണ്ട്, കണ്ടില്ലേ ആളുകൾ പോകുന്നത്. ഇനി ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോഴാണ് ഗൈസ് എനിക്ക് ശരിക്കും ട്രക്കിംഗ് വൈബ് അടിക്കുന്നത്. മറ്റേ കേദാർനാഥ് കയറിയപ്പോൾ ഭയങ്കര ഒരു ട്രക്കിംഗ് അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായില്ല. ഇനിയിപ്പോൾ രാത്രി കയറി സന്ധ്യ ആ ഒരു സമയത്ത് ഇറങ്ങിയതുകൊണ്ടാണോ എന്നറിയില്ല. ബട്ട് ദിസ് ഈസ് സൂപ്പർ. ഭയങ്കര രസമുണ്ട്, നല്ലൊരു ട്രക്കിംഗ് വൈബുണ്ട്. ഭയങ്കര ഇഷ്ടമായി. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്, പക്ഷെ നല്ല സുഖമുണ്ട്, നല്ല രസം. ആ വഴിയുണ്ടോ? ആ വഴി വേണം നമ്മൾ പോകാനായി. കുറച്ച് ഡീപ്പുള്ള വഴിയാണ്. ഇതുണ്ടോ? ഇവിടെ നല്ല കാറ്റാണ്, നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ജാക്കറ്റൊക്കെ ഇട്ട് ഇവിടെ നിന്ന് നോക്കിയാൽ ബസ്സുകാരെ കാണാൻ പറ്റുന്നത്. ഇവിടെ നിന്ന് 1 മണിക്കൂർ എടുക്കും എന്നാണ് പറയുന്നത്. ഞങ്ങളെ കണ്ടോ? അയ്യോ, കണ്ടോ അങ്ങ് അതിലൊരു വാട്ടർഫോൾ? അതാണ് വസുധാര. അവിടെ നമുക്ക് എത്തണം. 1 മണിക്കൂർ എടുക്കും എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ പോകണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കായിരുന്നു. പിന്നെ ഇത്രയും ദൂരം നടന്ന് കയറിയിട്ട് കാണാണ്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ, അതൊരു ഇതാണ്. സോ പോകാൻ തന്നെ തീരുമാനിച്ചു. ഇനി എപ്പോൾ ഇറങ്ങാൻ പറ്റുമെന്നൊന്നും അറിയില്ല, പക്ഷെ എന്നാലും പോയി കാണണം. ഫൈനലി നമ്മൾ വസുധാരയിൽ എത്തി ഗൈസ്. ഫൈനലി നമ്മൾ വസുധാരയിലെത്തി ഗൈസ്. എൻ്റെ ബാക്കി കാണുന്നതാണ് വസുധാര. അങ്ങനെ വസുധാരയൊക്കെ കണ്ടു ഗൈസ്. ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങാമെന്ന് വിചാരിക്കുന്നു. 4 മണിയായി സമയം. ഇനിയിപ്പോൾ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും അവിടെ ചെല്ലാമെന്ന് വിചാരിക്കുന്നു. നല്ല തണുപ്പുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങുമായിരുന്നത്. എന്തോരം ആട്ടിൻകുട്ടികളാന്ന് നോക്ക് സൈഡിൽ കൂടെ. ഇത്ര അടുത്ത് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. നല്ല രസമുണ്ട്, കണ്ടോ? അവരെല്ലാവരും കൂടി കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് വന്ന് പുല്ലൊക്കെ തിന്നുന്ന സമയമാണെന്ന് തോന്നുന്നത് ഇത്. പോണു. കുറേ ഉണ്ട് കേട്ടോ, കുറേ നിറയെ ഉണ്ട്.
നല്ല രസമുണ്ട്. ചെമ്മരിയാടാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. നമ്മൾ പോകുന്ന 2 സൈഡിൽ കൂടി ആട്ടിൻകുട്ടികളിൽ നിന്ന് ചെമ്മരിയാടുകളിൽ നിന്ന് പുല്ല് തിന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് രസമാണ്. ഓ നിൻ്റെ അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 2 മണിക്കൂറും കൊണ്ട് കയറിയ സ്ഥലത്ത് ഞങ്ങൾ 1.25 മണിക്കൂർ കൊണ്ടാണ് തിരിച്ചെത്തിയത്. പെട്ടെന്ന് താഴെ എത്തണമായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ എവ്രി വൺ.